ഉത്തരവാദിത്ത നിർവഹണത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പേനയുടെ തുമ്പിലാണ് ഒരു കുട്ടിൻ്റെ വിജയവും പരാജയവും. ആ കുട്ടിക്ക് അർഹമായ മാർക്ക് കൊടുക്കുകയും അർഹമല്ലാത്തത് കൊടുക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കുട്ടികളുടെ ഭാഗത്ത് നിന്നായിരിക്കണം പേപ്പർ നോക്കേണ്ടത്. ഉസ്താദുമാരുടെ ഭാഗത്തു നിന്ന് നോക്കിയാൽ ഒരു കുട്ടിയും വിജയിക്കൂല. കുട്ടികളുടെ ഭാഗത്തു നിന്ന് ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും പേപ്പർ നോക്കേണ്ടത്. 2-3 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. ഒന്നാമത്തത്, ആൻസർക്ക് കൃത്യമായി വായിച്ച് പഠിക്കണം. നിങ്ങളുടെ ആൻസർക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഓരോ വിഷയത്തിൻ്റെയും. അത് ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് വായിച്ച് ഏകദേശം ഒരു കാര്യങ്ങളൊക്കെ ഗ്രഹിക്കണം. രണ്ടാമത്തത്, മാർക്ക് ചേർക്കാനുള്ള നീല ബ്ലാക്ക് കളർ പേന കയ്യിൽ കരുതണം. ഉസ്താദുമാരാകുമ്പോൾ പിന്നെ എപ്പോഴും പേന ഉണ്ടാവും. ചുവന്ന പേശി മൂല്യനിർണയ സമയത്ത് ഇവിടുന്ന് തന്നിട്ടുണ്ട്. അതേപോലെ നിങ്ങൾ തരുന്ന കവറുകളിൽ മാർക്ക് ഷീറ്റും നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. മാർക്ക് ഷീറ്റ് ഓരോരുത്തർക്കും ഇത് തരും. ഇപ്പോൾ ഇരുത്തിയിട്ടുള്ളത് ഒരു വിഷയം, ഉദാഹരണത്തിന് 5ന് അക്കീദയാണെങ്കിൽ 5ന് അക്കീദന്റെ മുഴുവൻ കവറും ആ മേശന്റെ പുറത്തുണ്ട്. അപ്പൊ അതിലേക്കുള്ള മാർക്ക് പട്ടിക തരുമ്പോൾ അത് പിന്നയിക്കാതെ അതിനുള്ള അതേ രൂപത്തിൽ തന്നെ തിരിച്ചയപ്പിക്കണം. പിന്നെ അയച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കവറിന്റെ ഉള്ളിൽ പോകും. പിന്നെ നമ്മൾ അതിങ്ങനെ അന്വേഷിച്ചിട്ട് രാവും പകലില്ലാതെ ഉറക്കമില്ലാതെ നടക്കേണ്ടി വരും. അപ്പൊ ഇവിടുന്ന് തരുന്നത് പിന്നെ അയക്കാൻ പാടില്ല. പിന്നെ അയക്കാതെ നിങ്ങളുടെ ആ മേശയിലുള്ള എല്ലാ കവറിന്റെയും മാർക്ക് അതിൽ ചേർക്കണം. മാർക്ക് ചേർക്കാതെ ഒരു കവറും ഇങ്ങോട്ട് തിരിച്ചേൽപ്പിക്കാനും പാടില്ല. കവറിന് പുറത്ത് ഇൻവോയ്സ് നമ്പർ, പേര്, ഒപ്പ് വെക്കുക. ഇൻവോയ്സ് നമ്പർ ഓരോ നമ്പർ പ്രത്യേകമായി തന്നിട്ടുണ്ട്. നിങ്ങളുടെ മൊബൈലിൽ അത് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേരിന്റെ നേരെ ഒരു നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറാണ് ഇൻവോയ്സ് നമ്പർ. അത് ബാങ്കിലെ നമ്പറാണ്. ബാങ്കിലെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡിവിഷനിലെ ബാങ്കിലെ നമ്പറാണിത്. അത് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ക്യാഷ് വേറെയുള്ള ആളുകളിലേക്കാണ് എത്തുക. നമ്മുടെ നമ്പർ നോക്കിയിട്ടാണ് പൈസ ഇതിലേക്ക് കയറ്റി കൂടുന്നത്. അപ്പൊ നമ്പർ തെറ്റാതെ ഇൻവോയ്സിന്റെ കവർ തരുമ്പോൾ അതിൽ എഴുതണം. കവറിന്റെ പുറത്ത് ഇൻവോയ്സ് നമ്പർ, നമുക്ക് ഇവിടെ കവർ ഉണ്ടല്ലോ, നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന കവർ, നിങ്ങൾ പേപ്പർ നോക്കുന്ന ആ കവറിന്റെ മുകളിൽ ഇൻവോയ്സിന്റെ നമ്പർ, നിങ്ങളുടെ പേര്, ഒപ്പ് അതവിടെ രേഖപ്പെടുത്തി വെക്കണം. ഒരു പേപ്പർ ഇരുവശവും നോക്കി പൂർത്തിയാക്കിയ ശേഷമേ അടുത്ത പേപ്പർ നോക്കാവൂ.